ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ കേരളം ചർച്ച ചെയ്ത സംഭവമായിരുന്നു തിരുവമ്പാടിയിൽ വൈദ്യുതി വിച്ഛേദിച്ച സംഭവം. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു കുടുംബത്തിന്റെ പ്രതിഷേധത്തിന് മുന്നിൽ KSEB മുട്ടുമടക്കി വൈദ്യുതി ബന്ധമൊക്കെ നിരുപാധികം പുനഃസ്ഥാപിച്ചത് മണിക്കൂറുകളോളം ആ കുടുംബത്തിന്റെ പ്രതിഷേധത്തിനൊടുവിലാണ്. KSEB ഓഫീസ് ആക്രമണ കേസിലെ പ്രതി അജ്മലിന്റെ മാതാവിന്റെ പരാതിയിൽ 2 KSEB ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. നാടകീയമായ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് പകലും രാത്രിയും നീണ്ടുനിന്ന പ്രതിഷേധത്തിന് വിരാമമായത്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തിയ കുടുംബത്തിന്റെ ആവശ്യം ഗത്യന്തരമില്ലാതെ KSEB അംഗീകരിക്കേണ്ടി വരികയായിരുന്നു. പ്രതിഷേധം കനത്തതോടെ അജ്മലിന്റെ മാതാവിന്റെ പരാതിയിൽ 2 KSEB ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. KSEB ലൈൻമാൻ പ്രശാന്ത്, അനന്തു എന്നിവർക്കെതിരെയാണ് തിരുവമ്പാടി പോലീസ് കേസെടുത്തത്. അന്യായമായി തടഞ്ഞുവെക്കൽ, മനഃപൂർവ്വം പരിക്കേൽപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അസഭ്യം പറയൽ, സംഘം ചേരൽ എന്നീ കുറ്റങ്ങളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയത്. പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിർദ്ദേശം തന്നിട്ടുണ്ട്. എപ്പോഴായിരിക്കും? ഇന്ന് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം പറഞ്ഞു ഇന്ന് തന്നെ പുനഃസ്ഥാപിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിഷേധം വീണ്ടും നീണ്ടുപോയതോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം KSEBയും റവന്യൂ ഉദ്യോഗസ്ഥരും അംഗീകരിക്കുകയായിരുന്നു. ഉപാധികളില്ലാതെ തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാമെന്ന കളക്ടറുടെ തീരുമാനം തഹസീൽദാർ K ഹരീഷ് റസാക്കിനെ അറിയിച്ചു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് അറിയിച്ചതോടെ വീടിന് മുന്നിലെത്തി യൂത്ത് കോൺഗ്രസ് ആഹ്ലാദ സൂചകമായി മുദ്രാവാക്യം മുഴക്കി. ജീവനക്കാർക്ക് സുരക്ഷയൊരുക്കുമെന്ന കുടുംബത്തിന്റെ ഉറപ്പിന്മേൽ KSEB വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. എന്നാൽ കുടുംബത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് KSEB. ഈ ഗതി മറ്റാർക്കും ഉണ്ടാവാതിരിക്കാനാണ് തങ്ങളുടെ ഈ പ്രതിഷേധമെന്നായിരുന്നു വൈദ്യുതി പുനഃസ്ഥാപിച്ച ശേഷം ഗ്രഹനാഥനായ റസാക്കിന്റെ പ്രതികരണം. 2 ദിവസമായിട്ട് കറണ്ട് വെള്ളമൊന്നുമില്ല. അതുപോലെ ഈ അവസ്ഥ ആർക്കും ഉണ്ടാകാൻ പാടില്ല. കേരളത്തിലാർക്കും ഉണ്ടാകാൻ പാടില്ല, ഇന്ത്യനെ പാടില്ല. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് കാണാൻ നിരവധി പേരാണ് റസാക്കിന്റെ വീട്ടിൽ തടിച്ചുകൂടിയിരുന്നത്. ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ലാതെ നിരുപാധികമാണ് KSEBക്ക് മുട്ടുമടക്കേണ്ടി വന്നത്. ഇനി ഇത്തരമൊരു അനുഭവം മറ്റാർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഈ കുടുംബത്തിന്റെ സമരം. ആ പോരാട്ടത്തിനാണ് ഇപ്പോൾ വിജയം കണ്ടത്. ക്യാമറാമാൻ സുൽത്താനൊപ്പം ഇർഫാൻ ഇബ്രാഹിം സെറ്റ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.